കൂട്ടുകാരെ, നമുക്കിന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാം. ആഴക്കടലിൽ ഇന്ത്യക്കാർ 5 കിലോമീറ്റർ ആഴത്തിലേക്ക് അക്വാനോട്ടുകളെ അയച്ച് ഒരു ഇന്ത്യൻ പൗരൻ ഇത്രയും ആഴത്തിലെത്തുന്നത് ആദ്യമായാണ്. തമിഴ്നാട് സ്വദേശി രാജു രമേശ്, ജമ്മു സ്വദേശി കമാൻഡർ ജാതീന്ദർ പാൽ സിംഗ് എന്നിവരാണ് യാത്ര നടത്തിയത്. ആരൊക്കെയാണ്? ഇന്ത്യൻ പൗരന്മാർ ഇത്രയും ആഴത്തിലെത്തുന്നത് ആദ്യമായാണ്. തമിഴ്നാട് സ്വദേശി രാജു രമേശ്, തമിഴ്നാട് സ്വദേശി രാജു രമേശും ജമ്മു സ്വദേശി കമാൻഡർ ജതീന്ദർ പാൽ സിംഗ് എന്നിവരാണ് യാത്ര നടത്തിയത്. സമുദ്രയാൻ പദ്ധതിക്ക് മുന്നോടിയായുള്ള ദൗത്യം ഫ്രാൻസിൻ്റെ സഹകരണത്തോടെയാണ് നടത്തിയത്. സമുദ്രയാൻ പദ്ധതിക്ക് മുന്നോടിയായിട്ടാണ് നടത്തിയത്, ഫ്രാൻസിൻ്റെ സഹായത്തോടെയാണ് നടത്തിയത്. ഓഗസ്റ്റ് 5, 6 തീയതികളിൽ വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നോട്ടിക്കൽ എന്ന ജലപേടകത്തിലായിരുന്നു യാത്ര. ഓഗസ്റ്റ് 5, 6 തീയതികളിൽ വടക്കൻ അറ്റ്ലാന്റിക്കിൽ സമുദ്രത്തിൻ്റെ നോട്ടിക്കൽ എന്ന ജലപേടകത്തിലായിരുന്നു ഇവർ യാത്ര ചെയ്തത്. നോട്ടിക്കൽ ഓർത്തോണം, ഓഗസ്റ്റ് 5, 6. മലയാളിയായ ജി ഹരികൃഷ്ണനും ഡോക്ടർ ഡി സത്യനാരായണൻ, എം പളനിയപ്പൻ എന്നിവരും പങ്കാളിയായിരുന്നു. ഇപ്പോൾ മലയാളിയായിരുന്ന ഹരികൃഷ്ണൻ ഉണ്ടായിരുന്നു, ഡോക്ടർ സി സത്യനാരായണൻ ഉണ്ടായിരുന്നു, എം പളനിയപ്പൻ ഉണ്ടായിരുന്നു. യാത്രികർ കടലിൻ്റെ അടിത്തട്ടിൽ 5 മണിക്കൂറോളം ചിലവഴിച്ചു. താഴേക്ക് പോയി തിരിച്ചെത്താൻ ഏകദേശം 9 മണിക്കൂറാണ് വേണ്ടി വന്നത്. ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസ് ചൈനയിൽ. ലോകത്തെ പ്രഥമ ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസ് ചൈനയിൽ ബെയ്ജിങ്ങിൽ നടന്നു. 16 രാജ്യങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. മനുഷ്യരോട് രൂപസാദൃശ്യമുള്ള റോബോട്ടുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ലോകത്തെ പ്രഥമ ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസ് ചൈനയിൽ ബെയ്ജിങ്ങിൽ നടന്നു. 16 രാജ്യങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. മനുഷ്യരോടുള്ള രൂപസാദൃശ്യമുള്ള റോബോട്ടുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഇനി നമ്മളിൽ നിന്ന് വിട വാങ്ങിപ്പോയ കുറച്ച് ആൾക്കാരുണ്ട്. കുനിഷിംഗെ കമാമോട്ടോ ആരാണത്? ജപ്പാൻ ഫുട്ബോൾ താരമാണ്. കുനിഷിംഗെ കമാമോട്ടോ 85 റെയിൽവേക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പം ജപ്പാൻ ഫുട്ബോൾ താരമാണ് കുനിഷിംഗെ കമാമോട്ടോ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ ജപ്പാന് വേണ്ടി കൂടുതൽ ഗോൾ നേടിയ ആളാണ്. 1968 ഒളിമ്പിക്സ് വെങ്കലം നേടിയ ടീമിൽ അംഗമായിരുന്നു. ജപ്പാൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻറ്റും ആയി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി ഡോക്ടർ വെസ്പേസ്. ഇന്ത്യയുടെ മുൻ ഹോക്കി താരം വെസ്പേസ് 80 ഓഗസ്റ്റ് 14 അന്തരിച്ചു. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യയുടേതാണ്. ഇന്ത്യയുടെ മുൻ ഹോക്കി താരം വെസ്പേസ് 80 ഓഗസ്റ്റ് 14 അന്തരിച്ചത്. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഹോക്കി ടീം അംഗമായിരുന്നു ആര്? ഡോക്ടർ വെസ്പേസ്. 1996 മുതൽ 2002 വരെ ഇന്ത്യൻ റഗ്ബി ഫുട്ബോൾ യൂണിയൻ പ്രസിഡൻ്റായിരുന്നു. ഇന്ത്യൻ മുൻ ടെന്നീസ് താരം ലിയാണ്ടർ പേഴ്സിൻ്റെ മകനാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ മകനാണ് ആര്? മുൻ ടെന്നീസ് താരം ലിയാണ്ടർ പേഴ്സ്. എൽ ഗണേശൻ. നാഗാലാൻഡ് ഗവർണർ എൽ ഗണേശൻ 80 ഓഗസ്റ്റ് 15 അന്തരിച്ചു. 2023 ഫെബ്രുവരി 23 നാഗാലാൻഡ് ഗവർണറായി ചുമതലയേറ്റത്. ഇതിനു മുൻപ് മണിപ്പൂർ ഗവർണറായിരുന്നു അദ്ദേഹം. പശ്ചിമ ബംഗാളിൻ്റെ അധികാര ചുമതലയും വഹിച്ചിട്ടുണ്ട്. 2006 മുതൽ 2009 വരെ തമിഴ്നാട് BJP അധ്യക്ഷനായിരുന്ന മധ്യപ്രദേശിൽ നിന്ന് 2016 രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പം എൽ ഗണേശൻ ആരാണ്? നാഗാലാൻഡ് ഗവർണർ എൽ ഗണേശനാണ് മരിച്ചത്. അദ്ദേഹം 2023 ഫെബ്രുവരി 20 നാഗാലാൻഡ് ഗവർണറായി ചുമതലയേറ്റത്. ഇതിനു മുൻപ് അദ്ദേഹം മണിപ്പൂർ ഗവർണറായിരുന്നു. പശ്ചിമ ബംഗാളിൻ്റെ അധിക ചുമതലയും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 2006 മുതൽ 2009 വരെ തമിഴ്നാട് BJP അധ്യക്ഷനായിരുന്നു. മധ്യപ്രദേശിൽ നിന്ന് 2016 രാജ്യസഭയിലേക്കാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. പശ്ചിമഘട്ടത്തിൽ നിന്ന് പുതിയ ഞണ്ടുകളെ കണ്ടെത്തി കേട്ടോ. കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ നിന്ന് പുതിയ ഞണ്ടിനം ശുദ്ധജല ഞണ്ടുകളെ കണ്ടെത്തി. 2 പേരാണ് വന്നത്. അതിൽ ഗവിയിൽ നിന്ന് കണ്ടെത്തിയത് ഇനത്തിന് പിലാർട്ട വാമൻ എന്നും കാസർഗോഡ് നിന്ന് കണ്ടെത്തിയതിന് കാസർഗോഡിയ ഷിബെ എന്നുമാണ് പേരിട്ടത്. വലിപ്പം കുറഞ്ഞ ശരീരമുള്ള പിലാർട്ട വാമൻ ഗവിയിലുള്ളതാണ്. പിലാർട്ട വാമൻ രണ്ടിന് ചതുരാകൃതിയിലുള്ള പുറന്തോടുണ്ട്. അപ്പോൾ ഈ ഞണ്ടിന് എന്താണുള്ളത്? വലിപ്പം കുറഞ്ഞ ശരീരമുള്ള പിലാർട്ട വാമൻ ഞണ്ടിന് ചതുരാകൃതിയിലുള്ള പുറന്തോടാണുള്ളത്. തവിട്ട് ഓറഞ്ച് നിറമുള്ള പുറന്തോടാണ് കാസർഗോഡിയ ഷിബോയ്ക്കുള്ളത്. പൂന്തോട്ടത്തിൽ എന്താണ് അതിൻ്റെ പുറന്തോടിൽ എന്തുണ്ടെന്നാണ് പറയുന്നത്? പുറന്തോടിൽ നിറയെ കറുത്ത കുത്തുകളും കാണപ്പെടുന്നു. ഇവയുടെ കാലുകൾക്ക് കറുപ്പ് അടയാളത്തോടെയുള്ള ഓറഞ്ച് നിറമാണുള്ളത്. അപ്പം വലിപ്പം കുറഞ്ഞ ശരീരമുള്ള പിലാർട്ടവാമൻ ഗവിയിൽ നിന്നാണ് കണ്ടെത്തിയത്. അതിന് ചതുരാകൃതിയിലുള്ള പുറന്തോടാണുള്ളത്. അപ്പം സ്ക്വയർ ഷേപ്പ്. എന്നാൽ തവിട്ടും ഓറഞ്ച് നിറമുള്ള പുറന്തോട് കാസർഗോഡിയ ഷിബോയ്ക്കാണുള്ളത്. പുറന്തോടിൽ നിറയെ കറുത്ത കുത്തുകളും കാണപ്പെടുന്നു. ഇവയെ കാലുകൾക്ക് കറുപ്പ് അടയാളത്തോടെയുള്ള ഓറഞ്ച് നിറമാണുള്ളത്. അപ്പോൾ ഓറഞ്ച് തവിട്ട് നിറമൊക്കെ ഉള്ളതാണ് കാസർഗോഡ് നിന്ന് കണ്ടെത്തിയ ഷിബോ. അടുത്തത് എന്നാൽ ഗവിയിൽ നിന്ന് കണ്ടെത്തിയ പിലാർട്ട വാമനാണെങ്കിൽ ചതുരാകൃതിയും കറുത്ത ശരീരവുമാണുള്ളത്.
കേരള സർവകലാശാലയിലെ ഗവേഷകൻ ഡോക്ടർ സ്മൃതി രാജനും കുഫോസ് വൈസ് ചാൻസലർ ഡോക്ടർ ബിജു കുമാറിനും സ്മൃതി രാജും ബിജു കുമാറും സിംഗപ്പൂർ സർവകലാശാലയിലെ ഗവേഷകരും പഠനത്തിൽ പങ്കാളികളായിരുന്നു. ജേണൽ ഓഫ് ക്രസ്റ്റേഷ്യൻ ബയോളജി സുഡാക്സ ജേണലുകളിലാണ് പഠനങ്ങൾ പ്രസിദ്ധീകരിച്ചത്. അപ്പം ജേണൽ ഓഫ് ക്രസ്റ്റേഷ്യൻ ബയോളജി സുഡാക്സ ജേണലുകളാണ് ഈ പഠനങ്ങൾ പ്രസിദ്ധീകരിച്ചത്. ഇനി ആഭ്യന്തരമന്ത്രി പദവിയിൽ റെക്കോർഡിട്ടത് അമിത്ഷായാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര ആഭ്യന്തരമന്ത്രി പദവിയിലിരുന്ന വ്യക്തിയായി അമിത്ഷാ LK അദ്വാനി, GB പന്ത് എന്നിവരുടെ പേരിലുള്ള റെക്കോർഡാണ് തിരുത്തിയത്. അപ്പം അമിത്ഷാ എന്താണ്? കേന്ദ്ര ആഭ്യന്തരമന്ത്രി പദവിയിലിരുന്ന വ്യക്തിയായി അമിത്ഷായാണ്. ഓക്കെ. 2019 മെയ് 30 ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ 2025 ഓഗസ്റ്റ് 4 2258 ദിവസം പൂർത്തിയാക്കി. ഇനി ഗോത്രവർഗക്കാരെ തനത് ഭാഷയിൽ പഠിപ്പിച്ച് പിന്നീട് കേരളത്തിലേക്ക് മാറ്റി സ്കൂൾ പഠനത്തിൻ്റെ ഭാഗമാക്കുന്നതിനുള്ള പദ്ധതിയാണ് പഠിപ്പുറസി. ഗോത്രവർഗക്കാരെ തനത് ഭാഷയിൽ അവരെ പഠിപ്പിച്ചെടുത്തിട്ട് പിന്നീട് അത് മലയാളത്തിലേക്ക് മാറ്റി സ്കൂൾ പഠനത്തിൻ്റെ ഭാഗമാക്കുന്നതിനുള്ള ഒരു പദ്ധതിയെ പറയുന്ന പേരാണ് പഠിപ്പുറസി. ബ്രിട്ടീഷ് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പീറ്റർ വെൽസിനെ തോൽപ്പിച്ചുകൊണ്ട് ഗ്രാൻഡ് മാസ്റ്ററെ കീഴടക്കുന്ന ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായത് ബോധന ശിവാനന്ദൻ. അപ്പം ബ്രിട്ടീഷ് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പീറ്റർ വെൽസിനെ തോൽപ്പിച്ചുകൊണ്ട് ഗ്രാൻഡ് മാസ്റ്റർ കീഴടക്കുന്ന ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ബോധന ശിവാനന്ദൻ. 2025 വനിതാ ലോകകപ്പ് ക്രിക്കറ്റിന് ആതിഥ്യം വഹിക്കുന്നത് ഇന്ത്യയും ശ്രീലങ്കയുമാണ്. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയവും വേദികളായി ഉൾപ്പെടും. അപ്പോൾ 2025 വനിതാ ലോകകപ്പ് ക്രിക്കറ്റിന് ആതിഥ്യം വഹിക്കുന്നത് ഇന്ത്യയും ശ്രീലങ്കയുമാണ്. നമ്മുടെ തിരുവനന്തപുരത്തെ കാര്യവട്ടത്തുള്ള ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ് അതിന് വേദിയാകുന്നത്, അതിൽ ഉൾപ്പെടുന്നത്. ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് ഇലോൺ മാസ്കാണ്. അപ്പോൾ അതിസമ്പന്നരുടെ പട്ടികയിൽ ഇലോൺ മാസ്കാണ് ലോകത്തിൽ വരുന്നത്. ലോകസഭയിൽ ആദായ നികുതി ഭേദഗതി ബിൽ അവതരിപ്പിച്ചത് നിർമ്മലാ സീതാരാമനാണ്. അപ്പോൾ ലോകസഭയിൽ ആദായ നികുതി ഭേദഗതി ബിൽ അവതരിപ്പിച്ച ആരാണെന്ന് ചോദിച്ചാൽ നിർമ്മലാ സീതാരാമനാണ്. സിൻജിയാങ് പ്രവിശ്യയെ ഏത് രാജ്യവുമായി ബന്ധിപ്പിക്കുന്ന റെയിൽപാത പണിയാനാണ് ചൈന ഒരുങ്ങുന്നതെന്ന് വെച്ചാൽ ടിബറ്റാണ്. അപ്പോൾ സിൻജിയാങ് പ്രവിശ്യയായ ഏത് രാജ്യവുമായി ബന്ധിപ്പിക്കുന്ന റെയിൽപാത പണിയാനാണ് ചൈന ഒരുങ്ങുന്നത്? ടിബറ്റാണ്. കാരണം ടിബറ്റ് അവരുടെ അടുത്തായതുകൊണ്ടാണ്. സ്കൂൾ വിദ്യാർത്ഥികളെ സംരംഭത്വം പരിശീലിപ്പിക്കുന്ന സമഗ്ര ശിക്ഷ കേരളയുടെ പദ്ധതിയാണ് സ്കിൽ ടു വെഞ്ചർ SDV. സ്കൂൾ വിദ്യാർത്ഥികളെ സംരംഭത്വം പരിശീലിപ്പിക്കുന്ന സമഗ്ര ശിക്ഷ കേരളയുടെ പദ്ധതിയാണ് സ്കിൽ ടു വെഞ്ചർ SDV. ഓഗസ്റ്റ് 26 വിശാഖപട്ടണത്ത് നിന്ന് കമ്മീഷൻ ചെയ്ത നൂതന ഫ്രണ്ട് ലൈൻ സെൻറ്റർ സ്റ്റൈൽഡ് ഫ്രിഗേറ്റുകൾ, അത് ഹിമഗിരി, ഉദയഗിരി എന്നീ യുദ്ധക്കപ്പലുകളാണ്. ഇപ്പോൾ ഓഗസ്റ്റ് 26 വിശാഖപട്ടണത്ത് നിന്ന് കമ്മീഷൻ ചെയ്യുന്ന നൂതന ഫ്രണ്ട് ലൈൻ സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഹിമഗിരി, ഉദയഗിരി എന്നീ യുദ്ധക്കപ്പലുകളാണ്. 2023 ഗുജറാത്ത് സഹകരണ മേഖലയിൽ നടപ്പാക്കിയ ഏത് പൈലറ്റ് പദ്ധതിയാണ് ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്? സഹകരണ സംഘങ്ങളുടെ സഹകരണമാണ്. 2023 ഗുജറാത്ത് സഹകരണ മേഖലയിൽ നടപ്പാക്കിയ ഏത് പൈലറ്റ് പദ്ധതിയാണ് ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതെന്ന് വെച്ചാൽ സഹകരണ സംഘങ്ങളുടെ സഹകരണമാണ്. അടുത്തത് 2026-27 അധ്യയന വർഷം മുതൽ ഏത് ക്ലാസ്സിലാണ് ഓപ്പൺ ബുക്ക് പരീക്ഷ നടത്താൻ CBSE തീരുമാനിച്ചത്? 9-ാം ക്ലാസ്സാണ്. 2026-27 അധ്യയന വർഷം മുതൽ ഏത് ക്ലാസ്സിലാണ് ഓപ്പൺ ബുക്ക് പരീക്ഷ നടത്താൻ എന്ന് വെച്ചാൽ ബുക്ക് തുറന്നു വെച്ചുള്ള പരീക്ഷ? അത് 9-ാം ക്ലാസ്സാണ്. CBSE ആണ്, 9-ാം ക്ലാസ്സാണ്. എവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ വന്ദേ ഭാരത് എക്സ്പ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്? നാഗപൂരിലെ പൂനെ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. നാഗപൂരിലെ പൂനെ വന്ദേ ഭാരത് എക്സ്പ്രസ്. ഈ തവണത്തെ ബാലമണി അമ്മ പുരസ്കാരം ആർക്കാണെന്ന് വെച്ചാൽ ആലങ്കോട് ജീലാ കൃഷ്ണൻ. ഈ തവണത്തെ ബാലാമണി അമ്മ നമ്മുടെ മാതൃകവിയാണ് അല്ലേ. അപ്പോൾ ബാലാമണി അമ്മ പുരസ്കാരം നേടിയത് ആലങ്കോട് ലീലാ കൃഷ്ണനാണ്. ബാലാമണി അമ്മ പുരസ്കാരം നമ്മുടെ കമലാ സുരയ്യയുടെ അമ്മ ആണ്. അതുപോലെ തന്നെ വള്ളത്തോൾ നാരായണ മേനോൻ്റെ മരുമകളാണ്. സംസ്ഥാനങ്ങളിലെ മരുന്നുകളുടെ സുരക്ഷയും ഗുണനിലവാരവും ഉറപ്പാക്കുന്നതിന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നടപ്പാക്കുന്ന സൂചികയാണ് സ്റ്റേറ്റ് ഹെൽത്ത് റെഗുലേറ്ററി എക്സലൻസ് ഇൻഡെക്സ്. അപ്പം സംസ്ഥാനങ്ങളിലെ മരുന്നുകളുടെ സുരക്ഷയും ഗുണനിലവാരവും ഉറപ്പാക്കുന്നതിന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നടപ്പാക്കുന്ന സൂചികയാണ് സദിഷ് എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഹെൽത്ത് റെഗുലേറ്ററി എക്സലൻസ് ഇൻഡെക്സ്. മലയാളത്തിലെ സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റിൻ്റെ AMMA ആദ്യത്തെ വനിതാ അധ്യക്ഷയും വനിതാ ജനറൽ സെക്രട്ടറിയുമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശോഭ മേനോൻ അധ്യക്ഷ, കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയുമാണ്.
ശോഭ മേനോനാണ് സംഘടനയുടെ സിനിമാ അഭിനേതാക്കളുടെ സംഘടനയുടെ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റിൻ്റെ അധ്യക്ഷ. പിന്നെ കുക്കു പരമേശ്വരനാണ് ജനറൽ സെക്രട്ടറി. പ്രകാശ മലിനീകരണം അളക്കാൻ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ഡയറക്ടർ എ രാജാരാജൻ്റെ നേതൃത്വത്തിൽ ഒരുങ്ങുന്ന ഉപഗ്രഹമാണ് മോഡൽ ലൂമിനെസാറ്റ്. പ്രകാശ മലിനീകരണം അളക്കാൻ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ഡയറക്ടർ എ രാജരാജൻ്റെ നേതൃത്വത്തിൽ ഒരുങ്ങുന്ന ഉപഗ്രഹമാണ് മോഡൽ ലൂമിനോസാറ്റ്. സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യ യാത്ര നടപ്പാക്കുന്ന സ്ത്രീശക്തി പദ്ധതി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഏത് സംസ്ഥാനത്താണെന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശ്. സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ട്രാൻസ്ജെൻഡേഴ്സ് സൗജന്യ യാത്ര നടപ്പാക്കുന്ന സ്ത്രീശക്തി പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശ്. ഇനി പുതിയ കായിക ബിൽ പ്രകാരം സ്പോർട്സ് ഫെഡറേഷനുകളുടെ തലപ്പത്തുള്ളവരുടെ പ്രായപരിധി എത്രയാണ്? 75 വയസ്സാണ്. പുതിയ കായിക ബിൽ പ്രകാരം സ്പോർട്സ് ഫെഡറേഷനുകളുടെ തലപ്പത്തുള്ളവരുടെ പ്രായപരിധി 75 വയസ്സാണ്. മന്ത്രി പി രാജീവിൻ്റെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന കെൽട്രോൺ നിർമ്മിത വിർച്വൽ റിസപ്ഷനിസ്റ്റിൻ്റെ പേരാണ് കെല്ലി. മന്ത്രി പി രാജീവിൻ്റെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന കെൽട്രോൺ നിർമ്മിത വിർച്വൽ റിസപ്ഷനിസ്റ്റാണ് കെല്ലി. കെ ഫോണിൻ്റെ ഭാഗ്യചിഹ്നമായി അവതരിപ്പിച്ചതാണ് ഫിബോ എന്ന കടുവ. കെ ഫോണിൻ്റെ ഭാഗ്യചിഹ്നമായി അവതരിപ്പിച്ചത് ആരെയാണ്? ഫിബോ എന്ന കടുവയെ. ഇനി സർക്കാർ AI റോബോട്ടിക് ലാബ് പുറത്തൂരിൽ ഉണ്ടാക്കി. സർക്കാരിൻ്റെ സംസ്ഥാനത്ത് ആദ്യ സർക്കാർ AI റോബോട്ടിക് ലാബ് മലപ്പുറം ജില്ലയിലെ പുറത്തൂർ GUP സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു. എവിടെയാണ്? മലപ്പുറത്താണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക് എന്നിവ ക്ലാസ് മുറി പഠനത്തിൽ ഭാഗമാക്കുകയാണ് ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് പരിശീലനം നൽകിയത്. നോർത്ത് അമേരിക്കൻ മലയാളി അസോസിയേഷൻ നന്മ കൂട്ടായ്മയുടെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത്. അപ്പോൾ നോർത്ത് അമേരിക്കൻ മലയാളി അസോസിയേഷൻ കൂട്ടായ്മയുടെ പേരാണ് നന്മ. അതുപോലെ 7ാം ക്ലാസ്സിലാണ് പരിശീലനം നടത്തിയത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക് എന്നിവ എന്ന് വെച്ചാൽ AI ക്ലാസ് മുറി പഠനത്തിൽ ഭാഗമാക്കുകയാണ് ലക്ഷ്യം. അതുപോലെ സംസ്ഥാനത്തെ ആദ്യ സർക്കാർ AI റോബോട്ടിക് ലാബ് മലപ്പുറം ജില്ലയിലെ പുറത്തൂർ GUP സ്കൂളിൽ ആണ് ഉദ്ഘാടനം ചെയ്തത്. നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നോക്കാം. അത് അലാസ്കയിലെ ഉച്ചകോടി. യുക്രൈനിലെ യുദ്ധാവസാനം സംബന്ധിച്ച് പ്രതീക്ഷ പകർന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പങ്കെടുത്ത ഉച്ചകോടിക്ക് ഓഗസ്റ്റ് 15 US-ലെ അലാസ്ക വേദിയായി. 3.5 വർഷമായി തുടരുന്ന യുക്രൈൻ റഷ്യ യുദ്ധം. 3.5 വർഷം കൊണ്ട് ആണ് റഷ്യയും യുക്രൈനും യുദ്ധം തുടരുകയാണ്. അപ്പോൾ ഇത് അവസാനിപ്പിക്കാനുള്ളൊരു മാർഗം തേടിയിട്ടാണ് അലാസ്കയിൽ അങ്കറേജിലുള്ള ജോയിൻ്റ് ബേസ് എൽമണ്ടോർ റിച്ചാർഡ്സണിൽ JBR ട്രംപും പുടിനും തമ്മിൽ ചർച്ച നടത്തിയത്. 6 വർഷത്തിന് ശേഷമാണ് ട്രംപും പുടിനും നേരിട്ട് കാണുന്നത്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗെയ് ലാവറോവ്, വിദേശകാര്യ നയവിദഗ്ധൻ യൂറി ഉഷകോവ് എന്നിവരും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരും പുടിനും ട്രംപിനുമൊപ്പം ചർച്ചകളിൽ പങ്കെടുത്തു. യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുടെ അസാന്നിധ്യത്തിലായിരുന്നു അലാസ്ക വേദിയായ സമാധാന ഉച്ചകോടി. അപ്പോൾ ഇതിൽ അലാസ്കയിൽ വെച്ചാണ് ഈ ഉച്ചകോടി നടക്കുന്നത്. ഈ ഉച്ചകോടി യുക്രൈനിലെ യുദ്ധ അവസാനം സംബന്ധിച്ചുള്ളതാണ്. പക്ഷേ ഇതിൽ ശരിക്കും യുക്രൈൻ്റെ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി ഇല്ല. അവരുടെ അസാന്നിധ്യത്തിലാണിത് നടക്കുന്നത്. US-ചൈന പകര തീരുവ നീട്ടി. ചൈനയിൽ നിന്ന് US-ലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ അതിന് പകരം തീരുവ ചുമത്താനുള്ള തീരുമാനം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും നീട്ടിവെച്ചു. നവംബർ 10 വരെയാണ് തീരുവ നിർത്തിവെക്കുന്നത്. എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഒപ്പുവെച്ചതായി ട്രംപ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമിൽ ട്രൂത്ത് സോഷ്യലിലാണ് പോസ്റ്റ് ചെയ്തത്. ട്രംപിൻ്റെ തീരുമാനത്തെ തുടർന്ന് US ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് ചൈന ചുമത്തിയത് 24% അധിക തീരുവയും ആയിരുന്നു. അപ്പോൾ 24% അധിക തീരുവയായിരുന്നു. നവംബർ മാസം വരെ അല്ലേ അത് നീട്ടിവെച്ചു. അത് നവംബർ 10 വരെ ആ തീരുവ ചുമത്തുന്നത് നിർത്തിവെക്കാനുള്ള എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഒപ്പുവെച്ചു ട്രംപ്. പിന്നെ
ലോവലിന് മടക്കയാത്ര എന്ന് വെച്ചാൽ അപ്പോളോ 13 ചന്ദ്രദൗത്യത്തിൻ്റെ കമാൻഡറായിരുന്ന വിഖ്യാത ബഹിരാകാശ യാത്രികൻ ജിം ലോവൽ ഓഗസ്റ്റ് 9 അന്തരിച്ചു. ജിം ലോവൽ ആരാണെന്ന് ചോദിച്ചാൽ അപ്പോളോ 13 ചന്ദ്രദൗത്യത്തിൻ്റെ കമാൻഡറായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു, അന്തരിച്ചു. ഓഗസ്റ്റ് 9 അദ്ദേഹം അന്തരിച്ചു. 1928 ക്ലീവ്ലൻഡിൽ ജനിച്ച ലോവൽ 1962 നാസയിൽ ചേർന്നത്. 28 ജനിച്ചത് അദ്ദേഹം, 28. അപ്പോൾ ഈ 28 ഓർക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശ്രീനാരായണ ഗുരു മരിച്ചത് ഓർത്താൽ മതി. അപ്പം 1928 ക്ലീവ്ലൻഡ് ജനിച്ചത്. ജെമിനി 7, ജെമിനി 12, അപ്പോളോ 8 ദൗത്യങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. 1970 അപ്പോളോ 13 ദൗത്യം പരാജയപ്പെട്ടതോടെ, അപ്പോൾ അത് പരാജയമായിരുന്നു. 1970 അത് ഓർക്കണം. 1970 അപ്പോളോ 13 വിക്ഷേപിച്ചത്. അത് പരാജയമായിരുന്നു. അതുകൊണ്ടാണ് ചന്ദ്രനിൽ ഇറങ്ങുന്ന സ്വപ്നം സഫലമാക്കാൻ കഴിയാതെ പോയത്. ആർക്കാണ്? ലോവൽ ജാക്കിന്. പിന്നെ ഫ്രെഡ് ഫോയ്സ് എന്നിവരാണ് ദൗത്യത്തിൽ ഉണ്ടായിരുന്നത്. ശ്രീകർട്ടും ഫ്രെഡ് ഫോയ്സും. ഇനി സ്പോർട്സ് സിനിമകളിൽ റെക്കോർഡ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സ്പോർട്സ് സിനിമ എന്ന റെക്കോർഡ് ഹോളിവുഡ് ചിത്രമായ F1 ദ മൂവി സ്വന്തമാക്കി. F1 ദ മൂവി. എന്താണ് F1 ദ മൂവി? അതിന് എത്ര കോടി ഡോളറാണ്? 57 കോടി ഡോളർ, ഏകദേശം 4995 കോടി രൂപ. F1 ദ മൂവി ഡിസ്നി പുറത്തിറക്കിയത് കാർസ് 2 സിനിമയുടെ റെക്കോർഡാണ്. പിന്നെ അത് ആ റെക്കോർഡാണ് പഴങ്കഥയാക്കിയത്. ജോസഫ് കെസൻസ്കി സംവിധാനം ചെയ്ത സിനിമ ഫോർമുല 1 കറോട്ട മത്സരങ്ങളുടെ ത്രസിപ്പിക്കുന്ന കഥയാണ് ഇതിൽ പറയുന്നത്. ഇനി ചെങ്കോട്ടയിലെ പ്രഖ്യാപനം. അപ്പോൾ ഇന്ത്യയുടെ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് നമ്മളിപ്പോൾ ആഘോഷിച്ചതെന്നറിയാമോ? 79ാം സ്വാതന്ത്ര്യ ദിനമാണ്. അത് ഓർത്ത് വയ്ക്കണം. ചെങ്കോട്ടയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തുകയാണ് ചെയ്തത്. പ്രധാനമന്ത്രി എന്ന നിലയിൽ തുടർച്ചയായി 12ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷ പ്രസംഗമാണ് ഓഗസ്റ്റ് 15 മോദി നടത്തിയത്. സ്വാതന്ത്ര്യ ദിനത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗം 103 മിനിറ്റ് എന്ന റെക്കോർഡും ഇത്തവണത്തെ അഭിസംബോധനയിലൂടെ മോദി നേടി. ഒത്തിരി പോയിന്റുകൾ ഇതിലുണ്ട്. 12ാമത്തെ പ്രാവശ്യം ഓഗസ്റ്റ് പ്രസംഗം നടത്തുന്ന ആൾ, അതുപോലെ തന്നെ 103 മിനിറ്റ് പ്രസംഗിച്ച ആൾ, 79ാം സ്വാതന്ത്ര്യ ദിനത്തിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ മോദിയുടെ പോയിന്റിലുണ്ട്. ഈ തവണത്തെ അതുപോലെ തന്നെ നിയമവിരുദ്ധമായിട്ടുള്ള നുഴഞ്ഞുകയറ്റവും പിന്നെ ജനസംഖ്യാ ദൗത്യം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി പാകിസ്ഥാനുമായിട്ടുള്ള സിന്ധു നദീ ജലകരാർ പുനരാലോചനയില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ GST നികുതി ഘടന നടപ്പിൽ വരുമെന്നും വ്യക്തമാക്കി. പിന്നെ ആശുപത്രി, റെയിൽവേ സ്റ്റേഷൻ, ആരാധനാലയങ്ങൾ എന്നിവയെല്ലാം സംരക്ഷിക്കാനുള്ള അത്യാധുനിക സുരക്ഷാ പദ്ധതി കൊണ്ടുവന്നു. അതിൻ്റെ പേരാണ് സുദർശൻ ചക്ര മിഷൻ. പിന്നെ പുതിയതായി ജോലി പ്രവേശിക്കുന്ന യുവാക്കൾക്ക് 15,000 രൂപ ലഭിക്കുന്ന പദ്ധതിയായ PM വികസിത് ഭാരത് റോസ്ഗർ യോജന. ഇതാണ് PM വികസിത് ഭാരത് റോസ്ഗർ യോജന. ഇന്ധനത്തിനായി പിന്നെ അതുപോലെ തന്നെ സമുദ്രാന്തര ഇന്ധനത്തിനായിട്ട് പര്യവേഷണ മിഷൻ എന്നിവയും സ്വാതന്ത്ര്യ ദിന പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചു. ഈ വർഷ അവസാനത്തോടെ ഇന്ത്യ നിർമ്മിത ചിപ്പ് വിപണിയിൽ ലഭ്യമാക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പുതിയ തലമുറയ്ക്ക് വേണ്ടി പരിഷ്കാരങ്ങൾ ലക്ഷ്യമിട്ടുള്ള കർമ്മസേനാ രൂപീകരണം. എന്താണ് കർമ്മസേനാ രൂപീകരണം? പിന്നെ ആണവോർജ്ജ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി 10 പുതിയ ആണവ റിയാക്ടറുകൾ എന്നിവ സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ഇനി പുതിയ ആദായ നികുതി ബിൽ പാസ്സാക്കി. രാജ്യത്തെ പുതിയ ആദായ നികുതി ബിൽ പാർലമെൻറ്റ് പാസ്സാക്കി. ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച ആദായ നികുതി ബിൽ പിൻവലിച്ചാണ് പുതിയ പതിപ്പ് അവതരിപ്പിച്ചത്. അത് സെലക്ട് കമ്മിറ്റിയുടെ ഭേദഗതിക്ക് പുറമെ പുതിയ ഭേദഗതി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ യൂണിഫൈഡ് പെൻഷൻ സ്കീം വാരികർക്ക് പ്രഖ്യാപിച്ച ആദായ നികുതി ഇളവ് സംബന്ധിച്ച ഭേദഗതി അടക്കമുള്ള നികുതി ഭേദഗതി ബില്ലിനുള്ളത്. ആദായ നികുതി നിയമം 1961 പകരം പുതിയ നിയമം 2026 ഏപ്രിൽ 1 നിലവിൽ വരും. അപ്പോൾ ആദായ നികുതി നിയമം 1961 അതിനി 2026 ഏപ്രിൽ 1 നിലവിൽ വരും. ഇനി NDA ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരാണ്? NDA ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി തമിഴ്നാട്ടിൽ നിന്നുള്ള BJP നേതാവായിരുന്ന CP രാധാകൃഷ്ണനെ പ്രഖ്യാപിച്ചു.
ഇപ്പം നമ്മുടെ ജഗദീപ് ധൻഖർ രാജിവെച്ചല്ലോ. അപ്പോൾ ഓഗസ്റ്റ് 17-ന് BJP അധ്യക്ഷൻ JP നഡ്ഡയാണ്. BJPയുടെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ JP നഡ്ഡയാണ്. മഹാരാഷ്ട്ര ഗവർണർ കൂടിയായ രാധാകൃഷ്ണൻ്റെ സ്ഥാനാർത്ഥിത്വം. അപ്പോൾ ഇദ്ദേഹം ഇവിടെ മഹാരാഷ്ട്രയിലെ ഗവർണറാണ്. കൂടിയായ രാധാകൃഷ്ണൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. തിരുപ്പൂർ സ്വദേശിയായ രാധാകൃഷ്ണൻ 2 തവണ കോയമ്പത്തൂരിൽ നിന്നുള്ള ലോക്സഭാ അംഗമായിരുന്നു. 2023-ൽ ജാർഖണ്ഡ് ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ടു. സെപ്റ്റംബർ 9-നാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇനി ആദ്യ പരീക്ഷണം കടന്ന് ഇസ്രോ നമ്മുടെ ഇന്ത്യയുടേതാണ് അല്ലേ, സ്പേസ് സെൻറ്റർ. സൗരയൂഥത്തിൽ മറ്റിടങ്ങളിലുള്ള സാഹചര്യങ്ങൾ പുനഃസൃഷ്ടിച്ച് ലഡാക്കിൽ പ്രവർത്തിക്കുന്ന ഇസ്രോയുടെ ഹ്യൂമൻ ഔട്ടർ സ്പേസ് എക്സ്പ്ലോറേഷൻ സ്റ്റേഷനിൽ ഹോപ്പ് 10 ദിവസത്തെ ഗവേഷണത്തിന് ശേഷം ആദ്യ സംഘം ഓഗസ്റ്റ് 10-ന് പുറത്തിറങ്ങി. രാഹുൽ മുഗലപ്പള്ളി, യമാൻ ആക്കോഡ് എന്നിവരാണ് സോക്കർ തടാകക്കരയിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റേഷനിൽ ഗവേഷണം പൂർത്തിയാക്കിയത്. ചന്ദ്രൻ, ചൊവ്വ എന്നിവിടങ്ങളിലെ സാഹചര്യങ്ങളാണ് ഈ സ്റ്റേഷനിൽ പുനഃസൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം തടാകത്തിൻ്റെ പേര് സോക്കാർ തടാകം. അതുപോലെ തന്നെ രാഹുൽ മുഗലപ്പള്ളിയും യമാൻ ആക്കോഡുമാണ് ഇത് ഇവിടെ ഉള്ളത്. പിന്നെ 10 ദിവസത്തെ ഗവേഷണമാണ് ആദ്യ സംഘം ഓഗസ്റ്റ് 10-ന് പുറത്തിറങ്ങിയത്. അപ്പം എല്ലാ കൂട്ടുകാർക്കും നന്ദി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കാരണം ഇതെല്ലാവരിലും എത്തിച്ചു കൊടുക്കണം, അഭിപ്രായങ്ങൾ പറയണം.